സാങ്കേതിക സംവിധാനങ്ങളും ശാസ്ത്രീയ സംവിധാനങ്ങളും ഇത്രയേറെ വികസിക്കാത്ത കാലത്തു നടന്ന ഒരു കൊലപാതകം, അതും തലസ്ഥാന നഗരത്തിൽ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവന് വെളിപ്പാടകലെ. കവടിയാറിൽ നിന്ന് ശാസ്തമംഗലത്തേക്ക് പോകാൻ ഒരു ഇടറോഡുണ്ട്. ആ റോഡിലാണ് ജവഹർ നഗർ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും അടക്കം താമസിക്കുന്ന സ്ഥലമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയുള്ള ഒരിടമാണ് ഇതെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. എന്നാൽ ആ ധാരണ തെറ്റിയ ദിവസമായിരുന്നു അത്. ജവഹർ നഗർ കോളനിയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടിരിക്കുന്നത് വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥ. 1989 മാർച്ച് 26 വ്യവസായ വകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ഭാനുമതി ജവഹർ നഗറിലുള്ള ആ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിരുന്നു. അതിനുശേഷമാണ് അവർ തനിച്ചു താമസം തുടങ്ങിയത്. അവർക്ക് മക്കളില്ലായിരുന്നു. പുനലൂർ സ്വദേശിനിയായ ഭാനുമതി ജോലി കിട്ടിയതോടെയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത്. വർഷങ്ങളായി അവർ അവിടെയാണ് താമസം. സഹായത്തിനായി ശാന്ത എന്ന വീട്ടുജോലിക്കാരി എത്തും. വീട്ടുജോലികളെല്ലാം തീർത്തിട്ട് വൈകുന്നേരത്തോടെ ശാന്ത തൻ്റെ വീട്ടിലേക്ക് പോകും. അന്നും രാവിലെ ശാന്ത ഭാനുമതിയുടെ വീട്ടിലെത്തി. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. പാൽക്കാരൻ കൊണ്ടുവച്ച പാലും അന്നത്തെ പത്രവും മുൻവശത്തെ പടിയിലിരിപ്പുണ്ടായിരുന്നു. സാധാരണ ശാന്ത വരുമ്പോൾ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്ന ഭാനുമതിയെയാണ് കാണാറുള്ളത്. പക്ഷേ ഇന്ന് അവരെ കാണാനില്ല. ഇനി എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലാണോ? ശാന്ത അങ്ങനെ സംശയിച്ചു. എന്തായാലും അവർ കോളിംഗ് ബെല്ലടിച്ചു. പക്ഷേ അകത്തുനിന്ന് യാതൊരു അനക്കവുമില്ല. അപ്പോഴാണ് മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ശാന്ത ശ്രദ്ധിച്ചത്. വാതിൽ തുറന്ന് ശാന്ത അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ സോഫയിൽ ചാരിയിരുന്ന് ഭാനുമതി TV കാണുകയാണ്. കോളിംഗ് ബെല്ലടിച്ചിട്ടും വാതിൽ തുറന്ന് ശാന്ത അകത്തു കടന്നിട്ടും അതൊന്നും അറിയാത്ത മട്ടിലിരുന്ന TV കാണുകയാണ് ഭാനുമതി. ശാന്തയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവർ അടുത്തേക്ക് ചെന്ന് നോക്കി. ഭാനുമതിയുടെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. ശരീരം ചലനമറ്റ നിലയിലാണ്. ഭാനുമതി മരിച്ചു എന്ന് മനസ്സിലാക്കിയ ശാന്ത അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. ശാന്തയുടെ കരച്ചിൽ കേട്ട് അയൽക്കാരൊക്കെ ഓടിയെത്തി. അവരിൽ ആരോ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. അന്ന് മരുതൻകുഴി പാലത്തിന് മുഖ്യമന്ത്രി E.K. നയനാർ ശിലാസ്ഥാപനം നടത്തുകയാണ്. ആ ചടങ്ങിലേക്ക് വരികയായിരുന്നു അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജേക്കബ് പുന്നൂസ്. അപ്പോൾ വയർലെസ്സിൽ അദ്ദേഹത്തിനൊരു സന്ദേശമെത്തി. ജവഹർ നഗറിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു ആ സന്ദേശം. അദ്ദേഹം ഉടൻ തന്നെ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന കുഞ്ഞുമൊയ്തീൻ കുട്ടിയെ വിവരമറിയിച്ചു. എന്നിട്ട് നേരെ സംഭവം നടന്ന വീട്ടിലേക്ക് പോയി. ഭാഗ്യത്തിന് സംഭവം അറിഞ്ഞെത്തിയ ആരും ആ വീടിനുള്ളിലേക്ക് കയറിയിരുന്നില്ല. അങ്ങനെ കയറിയിരുന്നെങ്കിൽ വിരലടയാളം ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇല്ലാതായി പോകുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സംഭവം നടന്ന വീട്ടിലെത്തിയപ്പോൾ TV പ്രവർത്തിക്കുന്ന നിലയിലായിരുന്നു. സോഫയിൽ ചരിഞ്ഞിരിക്കുന്ന ഭാനുമതിയുടെ കണ്ണുകൾ തുറിച്ചിരുന്നു. കഴുത്തിൽ എന്തോ വരിഞ്ഞു മുറുക്കിയതുപോലെ നീലിച്ച പാടുകൾ. ഭാനുമതിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഒറ്റ നോട്ടത്തിൽ വ്യക്തം. വിവരമറിഞ്ഞെത്തിയപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് SP കുഞ്ഞുമൊയ്തീൻ കുട്ടിയെ അറിയിച്ചതോടൊപ്പം മെഡിക്കോ ലീഗൽ അഡ്വൈസർ ഡോക്ടർ B. ഉമാദത്തിനെയും കമ്മീഷണർ ജേക്കബ് പുന്നൂസ് വിവരമറിയിച്ചിരുന്നു. അദ്ദേഹവും സ്ഥലത്തെത്തി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അവിടെ എത്തിയിരുന്നു. എന്നാൽ പോലീസ് നായയ്ക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് കയറി വിശദമായ പരിശോധന തുടങ്ങി. അപ്പോഴാണ് ടീപ്പോയിൽ പാതി കുടിച്ച നിലയിൽ 3 ചായക്കപ്പുകൾ കണ്ടത്. അതിൽ നിന്നു തന്നെ ഒന്നിലേറെ പ്രതികൾ കൃത്യത്തിന് പിന്നിലുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ആ കപ്പുകളിലെ വിരലടയാളം ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിൽ വീടിൻ്റെ ബാത്റൂമിൽ നിന്ന് പാതി കത്തിയ ഒരു മുണ്ട് കിട്ടി. നനഞ്ഞിരുന്നതുകൊണ്ട് ആ മുണ്ട് പൂർണ്ണമായി കത്തിയിരുന്നില്ല. കിട്ടിയ ഭാഗങ്ങളിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമായി. ആ മുണ്ടിൽ 12ഓളം തുന്നലുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡോക്ടർ B. ഉമാദത്തൻ ഉൾപ്പെടെയുള്ളവർ ഒരു നിഗമനത്തിലെത്തി. ഈ മുണ്ട് തുന്നിയത് ആ മുണ്ടിൻ്റെ ഉടമസ്ഥൻ തന്നെയായിരിക്കണം. ഇത്രയധികം കീറലുകൾ തുന്നാനായി ഒരിക്കലും ഒരാൾ ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകില്ല, അതുറപ്പാണ്. അങ്ങനെയെങ്കിൽ തയ്യൽ അറിയാവുന്ന ആരോ ആയിരിക്കണം കൊലയാളി. മാത്രമല്ല അയാൾ തീർത്തും ദരിദ്രനുമായിരിക്കണം. ഇതിനിടയിൽ മൃതദേഹം മണത്ത പോലീസ് നായ വീടിന് പുറത്തേക്കോടി വെള്ളയമ്പലം ജംഗ്ഷനിൽ വരെ ചെന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് പോകാൻ നായയ്ക്ക് കഴിഞ്ഞില്ല. ഭാനുമതിയുടെ മൃതദേഹം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോലീസ് അയൽക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. അപ്പോഴാണ് അയൽവാസിയായ രവി എന്നൊരു ചെറുപ്പക്കാരൻ നിർണായകമായൊരു വിവരം പോലീസിന് നൽകിയത്. കൊലപാതകം നടന്ന ദിവസം രാത്രി ഏകദേശം 9:30 മണിയായി കാണും.
ഭാനുമതിയുടെ വീടിൻ്റെ ഭാഗത്തു നിന്ന് 2 ചെറുപ്പക്കാർ നടന്നു പോകുന്നത് കണ്ടെന്നും അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു എന്നുമാണ് രവി പോലീസിനോട് പറഞ്ഞത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വിലപ്പെട്ടൊരു വിവരമായിരുന്നു. എന്തായാലും ഭാനുമതി മരിച്ച വിവരം അറിഞ്ഞതോടെ പുനലൂരിൽ നിന്ന് അവരുടെ ബന്ധുക്കളൊക്കെ തിരുവനന്തപുരത്തെത്തി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഭാനുമതിയുടെ മൃതദേഹം പുനലൂരിലേക്ക് കൊണ്ടുപോയി. ഭാനുമതിയുടെ വീടിൻ്റെ വാതിലുകളോ ജനലുകളോ തകർത്തിരുന്നില്ല. പക്ഷേ അലമാരയിലെയും മേശയിലെയും സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരുന്നു. അതിൽ നിന്നു തന്നെ കവർച്ചയാണ് കൊലപാതകത്തിൻ്റെ ഉദ്ദേശമെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ പ്രതികൾ വീടിനുള്ളിൽ കയറിയിരിക്കുന്നത് അതിക്രമിച്ചല്ല, വീട്ടുകാരി വാതിൽ തുറന്നു കൊടുത്തതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഭാനുമതിയുമായി ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതിനിടയിൽ പോലീസ് ഭാനുമതിയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ ഒരു പട്ടികയുണ്ടാക്കി. ആ പട്ടികയിൽ ചെറുപ്പക്കാരായി ഉണ്ടായിരുന്നത് 10 പേരാണ്. ആ 10 പേരിൽ 4 പേർ കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെയുള്ളത് 6 പേരാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഭാനുമതിയുടെ വീട്ടിൽ വന്ന് തിരിച്ചുപോയ ചെറുപ്പക്കാരെ കണ്ടതിന് ദൃക്സാക്ഷിയായ രവിയെയും കൂട്ടി പുനലൂരിൽ അവരുടെ സംസ്കാരം നടക്കുന്നയിടത്ത് പോയി. ആർക്കും സംശയം തോന്നാതിരിക്കാൻ പോലീസ് വാഹനം കുറച്ച് ദൂരെയായി മാറ്റിയിട്ടു. യൂണിഫോമും ധരിച്ചിരുന്നില്ല. പക്ഷേ സംസ്കാരം നടക്കുന്നയിടത്തെങ്ങും ഭാനുമതിയുടെ വീട്ടിൽ വന്നുപോയ ചെറുപ്പക്കാരെ കണ്ടെത്താൻ രവിക്ക് കഴിഞ്ഞില്ല. അവരവിടെ ഇല്ലായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടുകാരോട് കാര്യങ്ങൾ തിരക്കി. അക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ തയ്യൽക്കാരനാണ്, കടയൊന്നുമില്ല, വീട്ടിൽ തന്നെ തയ്യൽ മെഷീൻ വാങ്ങിവെച്ച് പണി ചെയ്യുകയാണ്, ആൾക്കാർ തയ്ക്കാനുള്ള തുണി വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്. നിങ്ങളുടെ മകൻ എവിടെ പോയി എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അയാളോട് ചോദിച്ചു. അവൻ അത്യാവശ്യമായി എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി, അങ്ങോട്ട് പോയിരിക്കുകയാണ്, അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പായി. ഏറ്റവും അടുത്ത ബന്ധു മരിച്ചിട്ടും അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതെ എറണാകുളത്തേക്ക് പോയെങ്കിൽ അത് ദുരൂഹമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പലരോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ ബിജു എന്ന ആ ചെറുപ്പക്കാരനെ കൊട്ടാരക്കരയിൽ വെച്ച് കണ്ടതായി ഒരാൾ രഹസ്യമായി പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് കൊട്ടാരക്കരയിലും പരിസരങ്ങളിലുമുള്ള ലോഡ്ജുകളിൽ പരിശോധന നടത്തി. ഈ പരിശോധനയ്ക്കിടയിൽ ഒരു ലോഡ്ജിൽ നിന്ന് ബിജുവിനെയും അയാളുടെ സുഹൃത്തായ സജീവിനെയും പിടികൂടി. ഭാനുമതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി താൻ കണ്ട ചെറുപ്പക്കാർ ബിജുവും സജീവുമാണെന്ന് രവി തിരിച്ചറിഞ്ഞു. ബിജുവും കൂട്ടുകാരനും താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഭാനുമതിയുടെ ശരീരത്തിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങളും കുറച്ചു പണവും പോലീസ് കണ്ടെടുത്തു. കൊട്ടാരക്കരയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തിരുവനന്തപുരത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. കൊലപാതകം ചെയ്തത് തങ്ങളാണെന്ന് പ്രതികൾ സമ്മതിച്ചു. വിരമിച്ച ശേഷം ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ഭാനുമതിയുടെ ആഗ്രഹം അവസാന കാലത്ത് തൻ്റെ ജന്മനാട്ടിൽ ബന്ധുക്കളോടൊപ്പം താമസിക്കാനായിരുന്നു. അതിനായി ജവഹർ നഗറിലുള്ള വീട് വിറ്റ് പുനലൂരിൽ വീട് വാങ്ങാൻ അവർ തീരുമാനിച്ചു. വീട് വിറ്റ കാര്യം ബന്ധുക്കൾക്കറിയാമായിരുന്നു. ബന്ധുവായ ബിജുവും ഇക്കാര്യം അറിഞ്ഞു. വീട് വിറ്റ പണം ഭാനുമതി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു ബിജുവിൻ്റെ ധാരണ. എന്നാൽ ആ പണം ഭാനുമതി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു പണം മാത്രമേ വീട്ടിൽ സൂക്ഷിച്ചിരുന്നുള്ളൂ. ഭാനുമതിയെ കൊലപ്പെടുത്തി ആ പണം കൈക്കലാക്കി മുംബൈയിലേക്ക് കടക്കാനായിരുന്നു ബിജുവിൻ്റെ പദ്ധതി. അതിനായി അയാൾ തൻ്റെ സുഹൃത്തായ സജീവിനെയും കൂടെ കൂട്ടി. സജീവിനും ഇത് സമ്മതമായിരുന്നു. അങ്ങനെയാണ് മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് ബിജുവും കൂട്ടുകാരൻ സജീവും കൂടി തിരുവനന്തപുരത്തെത്തി കൃത്യം നടത്തിയത്. പക്ഷേ എല്ലാം അവരുടെ കണക്കുകൂട്ടലുകൾ പോലെ നടന്നില്ല. വീട്ടിൽ നിന്ന് കിട്ടിയത് കുറച്ച് പണവും ഭാനുമതിയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളും മാത്രമായിരുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ച് ബിജുവും സജീവും കൂടി ഭാനുമതിയുടെ വീട്ടിലെത്തി. കുറേ നാളുകൾക്ക് ശേഷം അടുത്ത ബന്ധുവായ ബിജുവിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഭാനുമതി അവരെ വീടിനകത്തേക്ക് വിളിച്ചു. അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. ചായ കുടിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഈ സമയം ഭാനുമതി താൻ പതിവായി ഇരിക്കാറുള്ള കസേരയിൽ ചാരിയിരുന്ന് TV കാണുകയായിരുന്നു. പെട്ടെന്ന് ബിജു തൻ്റെ ഉടുമുണ്ടഴിച്ച് പിന്നിലൂടെ വന്ന് ഭാനുമതിയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി. ശ്വാസം കിട്ടാതെ പിടഞ്ഞ ഭാനുമതിയെ സജീവ് ബലമായി പിടിച്ചുവെച്ചു. കൊലപാതകം നടത്തിയതിനു ശേഷം വീടിനകം അരിച്ചുപെറുക്കി പരിശോധന നടത്തിയപ്പോഴാണ് തങ്ങൾക്ക് അമളി പറ്റിയ കാര്യം അവർക്ക് മനസ്സിലായത്. അങ്ങനെയാണ് കിട്ടിയ പണവും സ്വർണവും കൈക്കലാക്കിയതിനു ശേഷം വാതിലും ചാരി ഇവർ രക്ഷപ്പെട്ടതും ആ പോക്കിൽ രവി അവരെ കാണുന്നതും. യാതൊരു തെളിവുകളും ഇല്ലാതിരുന്നിട്ടും ഒരു ശാസ്ത്രീയ പരിശോധനകളും നടത്താതെ വെറും 72 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടിച്ച കേസായിരുന്നു ഭാനുമതി കൊലക്കേസ്. മുഖ്യ പ്രതികളായ ബിജുവിനും സജീവിനും കോടതി വിധിച്ചത് ജീവപര്യന്തം കഠിന തടവായിരുന്നു. ഇവരെ കൊട്ടാരക്കരയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ച സുഹൃത്ത് ഷാനവാസിന് 5 കൊല്ലം തടവും വിധിച്ചു.
രവി എന്നൊരു ദൃക്സാക്ഷി ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രതികൾ ഒരുപക്ഷെ ഒരിക്കലും പിടിക്കപ്പെടുമായിരുന്നില്ല. കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയാർന്നതുമായ അന്വേഷണങ്ങളിൽ ഒന്നായിരുന്നു ഭാനുമതി കൊലക്കേസ്.